മനു, കോഴിക്കോട് എങ്ങനെയുണ്ട് ആവേശത്തിലേക്ക്? എല്ലാവരും കളി കാണാനായി പൊതുവിടങ്ങളിൽ ബിഗ് സ്ക്രീൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? പൊതുവായ വിശേഷങ്ങൾ ആദ്യം പറയൂ, കേൾക്കട്ടെ. തീർച്ചയായും വലിയ ആവേശമല്ലേ കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമല്ലോ. മണിക്കൂർ 2 ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം നിറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം വലിയൊരു ആരാധക ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ആവേശത്തിന് തെല്ലുകുറഞ്ഞ കോഴിക്കോട്ടെ ഒരു അർജന്റീനയുടെ കോട്ടയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം അർജന്റീന ആരാധകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ്. ഏതായാലും കോട്ടുളിയിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയാണ് ഈ ബിഗ് സ്ക്രീൻ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. വലിയൊരു ആഘോഷം കഴിഞ്ഞ ഒരു മാസക്കാലമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഫൈനലായപ്പോൾ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് അതിനുശേഷം ആളുകൾ നിലത്തേക്ക് ഇരിക്കുന്നു, സൈഡിലേക്ക് ഇരിക്കുന്നു. അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതല്ല, കളി തുടങ്ങുമ്പോഴേക്കും ഇതിനപ്പുറത്തേക്കുള്ള ആളുകൾ എത്തുമെന്നാണ് പറയാൻ കഴിയുന്നത്. റോഡുകളിലൊക്കെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ അയച്ചിരുന്നു. വലിയ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചുകൊണ്ട് DJ ഒക്കെ നടത്തിക്കൊണ്ട് ഗംഭീര ആഘോഷമാണ് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ അർജന്റീന കപ്പടിക്കുമോ അതോ സ്പെയിൻ യാമിൻ യമാൽ ലോകകപ്പിൽ ആദ്യം മുത്തമിടുമോ എന്നതാണ് ചോദ്യം. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് അർജന്റീനയുടെ വലിയൊരു ആരാധക കൂട്ടത്തിന്റെ നടുവിലാണ്. ഞാൻ എന്തായാലും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണെന്ന്. എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ മത്സരം? അർജന്റീന 3-1 ജയിക്കും. 3-1 ജയിക്കും. സ്കോർ വരെ പ്രഡിക്ട് ചെയ്താ? പിന്നെ ഉറപ്പല്ല. ഉറപ്പ്? അത് ഉറപ്പ്. അമ്മാരി പ്ലേയേഴ്സ് അല്ല കളിക്കുന്നത്. സ്പെയിൻ മോശമാണോ? സ്പെയിൻ മോശമല്ല, പക്ഷെ എന്തായാലും എന്താ അർജന്റീന ജയിക്കും. ഒരു മാറ്റവും ഇല്ല. മെസ്സി തുടർച്ചയായി 2 കപ്പ് അടിക്കും. മെസ്സി 2 ഗോളും അടിക്കും. 2 ഗോളും അടിക്കും. എംബാപ്പയ്ക്കൊപ്പം 2 ഗോളും ഒരു അസിസ്റ്റും വേണം. ഇത് ഗോൾഡൻ ബൂട്ട് കിട്ടണമെങ്കിൽ അസിസ്റ്റ് എന്തായാലും ഉറപ്പാണല്ലോ. മെസ്സിന്റെ കാലം എന്തായാലും പോകുന്നുള്ള ഉറപ്പല്ലേ. 3-1 അർജന്റീന എന്തായാലും ജയിക്കും. സ്കോർ ലൈൻ വരെ പ്രവചിക്കുകയാണ് കേട്ടോ. 3-1 ജയിക്കുമെന്നാണ് പറയുന്നത്. ചേച്ചി ആരോടൊപ്പം? അർജന്റീന തന്നെ. ഒരു മാറ്റവും ഇല്ല. എന്താണ് ഇത്ര ഉറപ്പ്? മെസ്സി 2 ഗോൾ അടിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. കേട്ടോ, മെസ്സി 2 ഗോൾ അടിക്കും. ഒരു മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് പ്രതീക്ഷ? അർജന്റീന വിൽ വിൻ. 2 ഗോൾ അടിക്കും. പാരീഷ് ആരാധകരെ ഒന്നും മഷിയിട്ട് നോക്കിയപ്പോലും കാണാൻ കഴിയുന്നില്ല കേട്ടോ. മുഴുവൻ അർജന്റീനയുടെ ഫാൻസ് ആണ്, അർജന്റീനയുടെ കോട്ടയാണ്. അതുപോലെ തന്നെയാണ്. നമുക്ക് ചോദിക്കാം, ചേട്ടാ എങ്ങനെയുണ്ട് ഇന്ന് പ്രതീക്ഷ? സ്പെയിൻ ജയിക്കും. ഒരാളെ കണ്ടുകിട്ടി കേട്ടോ. സ്പെയിന്റെ ആരാധകരാണ് ഒരാളെ കണ്ടുകിട്ടിയിരിക്കുന്നു ഈ കോട്ടയ്ക്ക് നടുവിൽ നിന്ന്. എന്താണ് മനുവിന്റെ ആവേശം മനസ്സിലാവുന്നുണ്ട്. പഴയ ബ്രസീലിന്റെ ആളാ ജേഴ്സി മാറ്റി ഇറങ്ങിയതാണോ? പഴയ ബ്രസീലിന്റെ ആളാ കേട്ടോ. കുഴപ്പമില്ല. ഏതായാലും അല്ല മനു, അങ്ങനെ വേഷം മാറിയ കുറെ ആളുകളെ ഞങ്ങൾക്കും അറിയാം. ഭയങ്കര വിജയാഘോഷ കളിയാണ്. പക്ഷെ എന്തായാലും നല്ല സ്പെയിന് നല്ല ഫോം ഔട്ടാ. എന്തായാലും കേട്ടില്ല. അല്ല, അങ്ങനെ വേഷം മാറി ഒരുപാട് പേരെ അറിയാവുന്ന. ബ്രസീലായിരുന്നു, പിന്നീട് അത് പോർച്ചുഗലാകും, അല്ലെങ്കിൽ മറ്റൊരു ടീമാകും. അങ്ങനെ മാറി ഒടുവിൽ സ്പെയിനിലെത്തിയ ഒരുപാട് ആളുകളെ ഞങ്ങൾക്കറിയാം. ഒറ്റ കാര്യമുള്ളൂ, അർജന്റീന വിരോധം എന്നാണ്. ചില ആളുകൾ മൈക്കൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഞാൻ ആളുകളെ ഒന്നും പറയുന്നില്ല. അതെനിക്ക് മനസ്സിലായി. കുത്തിയതാണെന്ന് മനസ്സിലായി. സാരമില്ല, ഞാനിത് നല്ല കളി കളിക്കുന്നവരുടെ കൂടെയാ. മൂപ്പരോട് തന്നെ ചോദിക്കാം, ഒന്ന് പറഞ്ഞു നിർത്തേ. അങ്ങനെ കളിക്കാത്തതുകൊണ്ടാണല്ലോ അർജന്റീന ഫൈനലിൽ വന്നത്. സിജു കണ്ണനെ ഇപ്പൊ ഞാൻ ഇറക്കും. ബിഗ് സ്ക്രീനാണ് LED. അതുപോലെ ഡെയിലി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പൊ ഇന്നത്തെ കളി നല്ല ആഹ്ലാദമായ കളിയാണ്. കട്ട പോരാട്ടം എന്ന് പറയാം. ഇന്നത്തെ കളിയിൽ അർജന്റീന vs സ്പെയിൻ ഒരു ഫൈനലാണ്. അപ്പൊ ഫൈനലിൽ നമ്മള് എന്തായാലും സ്പെയിൻ നല്ലൊരു ഫോം ഔട്ടാണ്. അപ്പൊ സ്പെയിൻ എന്തായാലും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. സ്പെയിൻ തിരിച്ചടിക്കും, പക്ഷേ അർജന്റീന കപ്പടിക്കുമെന്നാണ് പറയുന്നത്. മൂപ്പർ അർജന്റീനയുടെ ആരാധകരാണ്. കുപ്പായി മാറിയ ആളല്ല കേട്ടോ. ശരത്തേട്ട പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റാതെ പോയതാണ്. ഏതായാലും ഞങ്ങളുടെ ടീം തോറ്റുപോയി. സാരമില്ല, നമുക്കിന്ന് കാണാം. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ ഫൈനലിന് വേണ്ടിയിട്ട്. ഇതാ ഇവിടെ കൊടിയൊക്കെ വീശി ഇതാ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതാ ടീം? ഏതാ? അർജന്റീനയാണോ? പോർച്ചുഗലാണോ? അപ്പൊ ഇന്നാരുടെ ഒപ്പം? ഇന്ന് ഞാൻ അർജന്റീന ഒപ്പം. പുള്ളിന്റെ ലാസ്റ്റ് കളിയല്ലേ, അപ്പൊ പുള്ളി കപ്പടിക്കട്ടെ. അതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. റൊണാൾഡോയ്ക്ക് എന്ത് പറ്റി? റൊണാൾഡോയ്ക്ക് എന്ത് പറ്റിയാലും പുള്ളി ഞങ്ങളുടെ ഉള്ളിൽ നെഞ്ചിൽ എന്തുകൊണ്ട്. പക്ഷെ മെസ്സി അടിച്ചോടെ, ഞങ്ങൾക്ക് അതിന്റെ സപ്പോർട്ട്, ഞങ്ങൾ ആ സപ്പോർട്ട് കൊടുക്കുള്ളൂ. അർജന്റീന ഇപ്പൊ കീടുമായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ കളിക്കുകയാണെങ്കിൽ എനിക്ക് ഹാപ്പി ഉള്ളൂ. അത്രേ ഉള്ളൂ. പോർച്ചുഗലിന്റെ ആരാധകരാ. പക്ഷെ ഇന്ന് നോക്കൂ എത്ര വസ്തുനിഷ്ഠമായി പറഞ്ഞു. അർജന്റീന നന്നായി കളിക്കുന്നു, മെസ്സി എന്തൊരു പെർഫോമൻസ് ആണ്.